മഴക്കാലത്തൊക്കെ സ്ലറി ഒന്നും ഒരു സ്ലറിയും ഒഴിക്കാൻ പറ്റില്ല. ആ മഴക്കാലത്ത് അതിൽ കൂടെ തന്നെ എല്ലാ വളമെല്ലാം ഒലിച്ചൊക്കെ പോകും. ഒന്നാമത്തെ കാര്യം, ഒരു പച്ചക്കറി ചെടിക്കെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വളം മുഴുവൻ അത് ചോട്ടിൽ കൂടെ അങ്ങ് പോകും. അപ്പോൾ ഈ മഴക്കാലത്ത് ഞാൻ ചെയ്യുന്നത്, എല്ലാവരും എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കും. അപ്പോൾ എന്നിട്ട് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ മഴക്കാലത്ത് ഈ വളം ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിക്കണം. പക്ഷേ മഴ ചാറുകയാണെങ്കിൽ അത് അതിൽ കൂടെ ഇട്ടു. ചാണകപ്പൊടി കൂടുതൽ എടുക്കുക, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും ഒരേ അനുപാതത്തിലെടുക്കുക. ഇപ്പോൾ എത്ര ചെടിയുണ്ട് അതനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിൽ. ചാണകപ്പൊടി ഇതൊന്ന് ലേശം കൂടിപ്പോയി എന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. എന്നാലും നമുക്ക് വെറുതെ പൈസ കൊടുത്ത് വാങ്ങിച്ച് കുറേ ഇട്ട് കളയണ്ടല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുക്കുക. എടുത്തിട്ട് എന്തായാലും ചാണകപ്പൊടി കൂടുതൽ എടുക്കുക. ചാണകപ്പൊടി എന്ന് പറയുന്നത് വെയിലത്തിട്ട് ഉണക്കിയ ചാണകപ്പൊടി ഒരിക്കലും എടുക്കല്ലോ, ഒരു ഗുണവും കാണില്ല. അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പച്ചച്ചാണകം കിട്ടുന്നവരാണെങ്കിൽ പച്ചച്ചാണകം കൊണ്ട് ഒരു മൂലയിൽ കൂട്ടിയിടുക. കൂട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈർപ്പമൊക്കെ പോയി കഴിയുമ്പോൾ ആ ചാണകപ്പൊടി നല്ല തണലിൽ ഉണങ്ങിയ നല്ല ചാണകപ്പൊടി നമുക്കിങ്ങനെ പൊടിച്ചാൽ പൊടിയുടെ ചാണകപ്പൊടി കിട്ടും. അല്ലാതെ വെയിലത്തിട്ട് ഉണക്കി ചാണകപ്പൊടി വാങ്ങിച്ചാൽ അതിനൊരു ഗുണവും കാണത്തില്ല. അപ്പോൾ ആ ചാണകപ്പൊടി കൂടുതലെടുക്കുക. അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ ചെടിയുടെ ചോട്ടിലും 2 കൈ വീതം ഇട്ട് അതിൻ്റെ പുറത്തൊരിച്ചിരി മണ്ണ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാം, നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ആ ചെടിയുടെ വളർച്ച മനസ്സിലാക്കാൻ പറ്റും. ചാണകപ്പൊടി ഞാനൊരു 2 കിലോയോളം എടുത്തിട്ടുണ്ട്. ഉദ്ദേശമാണ് ഞാൻ പറയണത്. 2 കിലോ, 1/2 കിലോ എല്ലുപൊടി, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്. ഇത് ചാണകപ്പൊടി. ഇത് തണലത്തിട്ട് ഉണക്കിയെടുത്ത നല്ല ചാണകപ്പൊടിയാണ്. വെയിലത്തിട്ട ചാണകപ്പൊടി എടുക്കുക ചെയ്യുക. അതിലേക്ക് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏത് വളമാണെങ്കിലും എന്താണെങ്കിലും മിക്സിങ്ങിലാണ് ഇരിക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ എല്ലാവർക്കും കൈകൊണ്ടൊക്കെ ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ചാണകമാണെങ്കിലും എന്താണ് പച്ച ചാണകം എന്തായാലും ഞാൻ കൈയിട്ടെടുത്ത് എല്ലാം ചെയ്യും. എല്ലുപൊടി, നമ്മുടെ മഴക്കാലത്തൊക്കെ ഇടാനുള്ള വളം, നല്ലൊരു വളം റെഡിയാണ്. ഇത് നമ്മൾ ഒരു കൈ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ചെടിയുടെ ചോട്ടിലിടരുത്. ചോട്ടിലിടാതെ ഈ ചെടിയുടെ ഇങ്ങനെ ചുറ്റിനിട്ട് കൊടുക്കുക. ചുറ്റിനിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിങ്ങനെ വിതറി കൊടുക്കുക. ഇങ്ങനെ ഒരു പിടി എടുക്കുക. ഇതിൻ്റെ ചുറ്റിനിങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. വേപ്പിൻ പിണ്ണാക്കൊക്കെ നമ്മൾ നല്ലോണം ഇട്ടിരിക്കുന്നുണ്ട്. ഈ നിമാവര അങ്ങനെയുള്ള ഒരു ശല്യവും ഇതിൽ കാണത്തില്ല. നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഒരു കൃഷിക്കും ഒരു ഇതുമില്ലാതെ, ഞാൻ എൻ്റെ കൃഷികളൊന്നും ഒരു ഇതുമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇത്രയും വളങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യണം. അല്ലാതെ ഞാൻ വേറെ വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് ധാരാളം വളങ്ങളൊന്നും മേടിക്കാറില്ല. ഇത്രയും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്.